ഏത് പെൺകുട്ടികൾക്കും സ്വയം പര്യാപ്തത വേണം. അതാടി അവൻ പറഞ്ഞത്. ഒരു തോൽവിക്ക് ഒരു ജയം, അതായിപ്പോ ഇവിടെ കണ്ടത്. ഇനി എന്റെ മോക്ക് ആരുടെ മുന്നിൽ തലകുനിക്കേണ്ടി വരില്ല. എന്റെ ഈശ്വര, നീ ഇത്ര നല്ലവനാ ഹരീഷ്. ആ പാവത്തിനെ നീ രക്ഷിച്ചല്ലോ. താങ്ക്സ്. എന്തിന്? ഇത് അവൾക്ക് കൊടുക്കാൻ കാണിച്ച നിന്റെ നല്ല മനസ്സിന്. എന്നെ ഒരു ദുഷ്ടനായിട്ട് ചിത്രീകരിച്ചാലും എനിക്ക് സങ്കടമൊന്നുമില്ല. ഞാനിങ്ങനെയൊക്കെ ആയി പോയില്ലേ. ഹരീഷ് എന്നെ വിളിച്ചപ്പോ ഞാൻ മറ്റൊരു കാര്യം പ്രതീക്ഷിച്ച്. ഡിവോഴ്സ് കഴിഞ്ഞവര് വരെ പിന്നെ ഒരുമിച്ചിട്ടുണ്ട്. ശ്രീയെ കാണണമെന്ന് പറയാനാണോ ഹരീഷ് എന്നെ വിളിച്ചെന്ന് വിചാരിച്ചു. മതി, അതൊന്നും ഇനി എത്ര അലക്കിയാലും വെളുക്കിലെറുതിക. കോടിത്തുണികൾ എന്തിനാ അലക്കുന്ന ഹരീഷ്? നമുക്കിത് ഇവിടെ വച്ച് നിർത്താം. എന്തരുത്? വീട്ടിലുള്ള ഒരാൾക്കുള്ള ദുഃഖത്തിന് ദൈവം ഒരു പരിഹാരം ഉണ്ടാക്കി തന്നിരിക്കുന്നു. എന്താണെന്ന് നിങ്ങൾ ആർക്കെങ്കിലും ഒന്ന് പറയാവോ? ഒത്തിരി കരയുന്നവരെ കുറിച്ച് വേണുങ്ങൾ പറയാറുള്ള ഒരു വാക്കുണ്ടല്ലോ, അതെന്താ? ഞാനൊരു ബൈബിൾ വചനം പറയാറുണ്ട്. കണ്ണീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യുന്നു. എന്നാൽ ഇനി മുതല് ഒത്തിരി കരഞ്ഞ എന്റെ പാവപ്പെട്ട പെങ്ങളെ ശ്രീലക്ഷ്മി ആർപ്പോടെ കൊയ്യാൻ പോവാ. കാര്യമൊന്നും മനസ്സിലായില്ല. എന്താന്ന് വെച്ചാ പറ മക്കളെ. കുറച്ചു മുൻപ് ജേട്ടനെ ശ്രീയോടൊരു കാര്യം പറഞ്ഞിരുന്നു, അത് നടന്നു. ശ്രീ ഇത്രയും കരയുന്നത് ഒത്തിരി ചിരിക്കാനാണെന്ന്. അത് തന്നെ. നീ തന്നെ ഇത് വായിച്ചിട്ട് എല്ലാവരോടും പറയും. എനിക്ക് ഗവൺമെന്റ് ജോലി കിട്ടി. നേരാണ് മോളെ. അതെ അമ്മേ, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലാ. എന്റെ പൊന്നക്കീഴിലമ്മേ, എന്റെ മോളെ രക്ഷിച്ചു. ഓ ദൈവമേ, ശ്രീലക്ഷ്മി രക്ഷപ്പെട്ടു. വിളിച്ചാ വെളിപ്പുറത്തെത്തുന്ന എന്റെ അമ്മേ, കരയുന്നവരെ കണ്ണീരൊപ്പുന്ന എന്റെ ദേവി, അവിടുന്ന് എന്റെ മകളെ രക്ഷിച്ചു. നന്ദി, ഒരുപാട് നന്ദി. അമ്മ എന്തിനാ അസമയത്ത് വന്ന് പ്രാർത്ഥിക്കുന്ന? വിശേഷിച്ച് വല്ലതുണ്ടായോ? നീയൊന്നും അറിഞ്ഞില്ലേ മോളെ? നമ്മുടെ ശ്രീമോക്ക് ജോലി കിട്ടി. ജോലി കിട്ടിയെന്നോ? എവിടെ? ഗവൺമെന്റ് ജോലിയാ, ഇൻകം ടാക്സില്. എന്റെ ദൈവമേ, അവളുടെ കഷ്ടകാലം മാറി. ഹാപ്പി അല്ലേ? ഓ ചെലവുണ്ടേ. ചെയ്യും ചെയ്യട്ടാ. അളിയാ ചെലവടത്തണം കേട്ടോ. ഈ ലഡൊന്നും പറ്റില്ല കേട്ടോ, മറ്റേ സാധനം വേണം. ഇപ്പൊ സന്തോഷായില്ലേ? ശ്രീമോളെ, കൺഗ്രാറ്റ്സ്. എന്റെ പൊന്നുമോക്ക് ജോലി കിട്ടിയല്ലോ, നിനക്ക് സന്തോഷായില്ലേ? എടി രാധേ, ഒരു ഉണക്കമുളക് അടുപ്പിലിട്ട് ചുട്ട് കടുകും ഉപ്പും ചേർത്ത് മോളെ ഒന്ന് ഒഴിഞ്ഞേക്ക്. ഇവൾക്ക് കണ്ണേറ് കിട്ടും ആ രുക്മിണിയുടെ. ഇനി എന്ത് കണ്ണേറ്? എന്റെ ഭാര്യയും വാഴയുമായ നിനക്കും ഇതുകൂടി ഒരു പാഠമാണ്.
അവൾക്ക് എന്ത് പാടാ? ഞാൻ പറയാം, ഈ പ്രശ്നങ്ങൾക്കിടയിലും ശ്രീ ജോലിക്കായിട്ട് അപേക്ഷിച്ചില്ലേ? ഈ മരവാഴയ്ക്ക് എന്തുകൊണ്ടത് ചെയ്തുകൂടാ? ദേ ചേട്ടാ, എന്നെ മരവാഴയെന്ന് വിളിച്ചാലുണ്ടല്ലോ. എടീ, നിന്റെ നന്മയ്ക്ക് വേണ്ടി ഞാനിതൊക്കെ പറയുന്നേ, അല്ലാതെ വഴക്കിട്ടതല്ല. ഒരു സർക്കാർ ജോലിയുള്ള ഭാര്യയെടുത്ത് ഞാൻ ഉൾപ്പെടെയുള്ള ഒരു ഭർത്താവും വഴക്കിന് വരില്ല. 10 കാശ് നിന്റെ ഉണ്ടെങ്കിലേ ഞാൻ ഉൾപ്പെടെ എല്ലാ എണ്ണം നിന്റെ മുമ്പിൽ ഓശാന പാടി നിൽക്കും. ഓശാന. അത് ചെയ്യാൻ പറയുന്ന കറക്റ്റ് കാര്യമാട്ടോ മോളെ. ഏത് പെൺകുട്ടികൾക്കും സ്വയം പര്യാപ്തത വേണം. അതാടി അവൻ പറഞ്ഞത്. ഒരു തോൽവിക്ക് ഒരു ജയം, അതാ ഇപ്പൊ ഇവിടെ കണ്ടത്. ഇനി എന്റെ മോക്ക് ആരുടെ മുന്നിൽ തലകുനിക്കേണ്ടി വരില്ല. ഇത് രുക്മിണിയുടെ തലക്കിട്ട് ദൈവം കൊടുത്തൊരു പണിയാ. ഇനി ഹരീഷ് ഒരക്ഷരം മിണ്ടില്ല. ജോത്സരെ, ഈ വീട്ടിലെ 2 ഉപദ്രവങ്ങളുണ്ട്. അവരുടെ വീട്ടിൽ പോയിരിക്കുക. തിരികെ വരുന്നതിന് മുൻപ് ഈ കല്യാണ തീയതി ഒന്ന് കുറിക്കോ? കല്യാണ തീയതി എത്രയും പെട്ടെന്ന് വേണമെന്നല്ലേ മാഡം പറഞ്ഞത്? അതെ. രണ്ടുപേരുടെയും ജാതകം നോക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. നോക്കിക്കോളൂ. കഷ്ടകാലമൊക്കെ മാറിയിട്ടുണ്ടോന്നൊന്ന് അറിയണമല്ലോ. ചെറുക്കന്റെ നാള് പൂരമല്ലേ? അതെ. പെൺകുട്ടിയുടെ നാള് ഉത്രട്ടാതി. അതെ. പത്തില് 10 പൊരുത്തമാണ്. ഇങ്ങനെ പൊരുത്തപ്പെടുന്ന നക്ഷത്രങ്ങൾ വേറെയില്ല. ദീപക്കിന് ഇനി അങ്ങോട്ട് നല്ല കാലമാണ്. എന്നുവെച്ചാൽ ശുക്രദശയാണ്. ശുക്രനിൽ ശനിയുടെ അപഹാരമുണ്ട്. എന്നുവെച്ചാൽ 8-ൽ ചൊവ്വയും 7-ൽ സൂര്യനുമാണ്. അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ദീപക്കിന് ഇനി അങ്ങോട്ട് വച്ചടി കയറ്റമാണ്. 28 വയസ്സുവരെ ഈ നാളുകാരൻ മഹാപ്രശ്നക്കാരനായിരുന്നു. ദുർനടപ്പ്, അബദ്ധസഞ്ചാരം. വേണ്ട ജോത്സരെ, അതൊന്നും വിളമ്പണ്ട. ഓ